നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ജെൻസി, അതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഈ ജെൻസി സമരം അല്ലെങ്കിൽ CJP സമരം എന്ന് പറയുന്നത് ഇതുവരെ അതിൻ്റെ ഒരു അനുരണനങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണാൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CJP സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിലുണ്ടായ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത്. എന്താണ് ആ ചർച്ച എന്നുള്ളതാണ്. നമുക്കറിയാം, ഐഷ ഘോഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി JNUവിലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSS ഗുണ്ടകൾ ആ കുട്ടിയുടെ തലയടിച്ച് പൊട്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനുശേഷം ആ കുട്ടി ഇവിടെ, അതായത് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും ഈ പറയുന്ന ഐഷ ഘോഷി എന്ന് പറയുന്ന കുട്ടിയുടെ പേര് അധികമൊന്നും രാജ്യമെങ്ങും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഐഷ ഘോഷിക്ക് വലിയ പ്രാധാന്യമൊന്നും കിട്ടിയിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ജെൻസി സമരം അല്ലെങ്കിൽ നമ്മുടെ പാറ്റകളുടെ സമരം കഴിയുന്നു. ഈ പാറ്റകളുടെ സമരം കഴിയുമ്പോൾ ആ പാറ്റകളുടെ സമരം നടക്കുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഐഷ ഘോഷിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AKG ഭവനിലേക്ക് വന്നെത്തിയ ഒരു വിഭാഗം പോലീസുകാരുണ്ട്. ഡൽഹി പോലീസ് യൂണിഫോം ഇല്ല, നെയിം പ്ലേറ്റ് ഇല്ല, ഒന്നുമില്ല. അവർ നേരെ അവിടേക്ക് വരുന്നു, ഐഷ ഘോഷിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും കട്ടയ്ക്ക് നിന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് ജോൺ ബ്രിട്ടാസ് എന്നാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം പിന്നീട് ഇപ്പോൾ MP ആണ്, CPMൻ്റെ രാജ്യസഭ MP ആണ്. അദ്ദേഹം നിന്നൊരു നിപ്പുണ്ട്. ആ പറയുന്ന പോലീസുകാർക്കെതിരെ ഘോരം വാദിച്ചുകൊണ്ട് അവർ ഇതിൻ്റെ പുറത്താണ് ഐഷ ഘോഷിയെ അറസ്റ്റ് ചെയ്യുന്നത്, ആ അറസ്റ്റ് തടയാൻ അക്ഷരാർത്ഥത്തിൽ ചങ്കുറപ്പോടുകൂടി മുന്നിൽ നിന്ന ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാം, ആ നേതാവിൻ്റെ പേര് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്ന് തന്നെയാണ്. അപ്പോൾ അത്രയ്ക്ക് ചങ്കുറപ്പോടുകൂടി നിന്നു. അപ്പോൾ അതിനുശേഷമാണ് കോടതി പിന്നീട് അറസ്റ്റിന് സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒരു നടപടികളിലേക്കുമൊക്കെ പോയത് എന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ തന്നെയും നമ്മൾ നോക്കിക്കോളൂ, ഈ ജെൻസി സമരം നമുക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം വിനായകൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര താരം, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, അതായത് ജോൺ ബ്രിട്ടാസിൻ്റെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതി വെക്കുക എന്താണ്, യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ പണിയെടുത്ത് കുടുംബം നോക്കട എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് നമ്മുടെ വിനായകൻ ചെയ്തിരിക്കുന്നത്. പണിയെടുത്ത് കുടുംബം തന്നെ പോറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം വിനായകൻ അറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് വേണ്ടി മാത്രം പണിയെടുത്താൽ പോരാ. ഇവിടുത്തെ നാട്ടിൽ അനീതിക്കെതിരായി സമരം ചെയ്യുന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ഈ പറയുന്ന ഒരു ജനനേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണെന്നേ. അത് അദ്ദേഹം ചെയ്തു. എപ്പോഴെങ്കിലും ഒരർത്ഥത്തിൽ എപ്പോഴെങ്കിലും ഈ ജെൻസി കുട്ടികൾ, ഈ CJP കുട്ടികൾ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ഞങ്ങളുടെ സമരത്തെ ഇവർ ഹൈജാക്ക് ചെയ്തു എന്ന്? അതായത് ഇടതുപക്ഷം ഹൈജാക്ക് ചെയ്തു എന്ന് എപ്പോഴെങ്കിലും ഒരു കുട്ടിയെങ്കിലും പറഞ്ഞിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചാനൽ ചർച്ചകളുണ്ടായിരുന്നു. ആ ചാനൽ ചർച്ചകളിൽ പോലും പറഞ്ഞിരുന്നില്ല. ഇവിടെ CPM എന്ന് അല്ലെങ്കിൽ ഒരു ഇടത് പാർട്ടികൾക്ക് കിട്ടിയ വലിയൊരു മുന്നേറ്റമുണ്ട്. അതൊരു കാണാതിരിക്കാൻ കഴിയില്ല. ഓർഗനൈസർ പോലെയുള്ള RSSൻ്റെ മുഖപത്രത്തിൽ പോലും അതിൻ്റെ 3-ാം സ്ഥാനക്കാരനായി കുഴപ്പക്കാരുടെ പട്ടികയിലേക്ക് ഇടം നേടിയ ഒരാൾ ആരെന്ന് ചോദിച്ചാൽ അതൊരു ക്രെഡിറ്റ് തന്നെയാണെന്നേ. ജോൺ ബ്രിട്ടാസ് അതൊരു ക്രെഡിറ്റ് തന്നെയാണ്. ഓർഗനൈസർ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ RSSൻ്റെ രാജ്യത്തെ ഫാസിസ്റ്റിൻ്റെ ഒരു പത്രത്തിൽ കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മൂടിളകി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചുവടിളകി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ചുവടിളക്കാൻ ഈ കേരളത്തിൽ നിന്ന് പോയ ഒരു MPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണെന്ന് അതിൻ്റെ അർത്ഥം. ഓർഗനൈസർ അങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് വിനായകൻ മനസ്സിലാക്കുന്നില്ല? വിനായകൻ അടക്കമുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെ സമരം നടത്തപ്പെട്ടിട്ടില്ലേ? ആ സമരം എല്ലാവരും ചെയ്ത് വിനായകനെ പോലുള്ള ചലച്ചിത്ര പ്രവർത്തകരായിരുന്നോ? ഇവിടെ സ്വന്തം സഹപ്രവർത്തകർക്ക് നീതി നേടിക്കൊടുക്കാൻ കഴിയാത്ത ഒരാളാണ് ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ 23 കുട്ടികളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അത്രയും കുട്ടികൾ അവിടെ കിടന്നുകൊണ്ട് ഈ സമരം ചെയ്തത്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരു സമരത്തെ ഏത് രീതിയിൽ ഓർഗനൈസ് ചെയ്യണമെന്നുള്ള കാര്യം അവരെ പഠിപ്പിക്കുകയും ചെയ്തത് ഈ ഒരു സംഘടനയുണ്ടെങ്കിൽ ആ സംഘടനയുടെ പേര് ഇടത് സംഘടനകൾ തന്നെയാണെന്നേ. അതെന്താ വിനായകൻ മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ കൂട്ടത്തിൽ, അതായത് AMMA എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട അൻസിബ ഹസനെ പോലുള്ള പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാത്യാധിക്ഷേപം, അതിനപ്പുറത്തേക്ക് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇവിടെ മീറ്റു ആരോപണമുണ്ടായി. അതോടൊപ്പം തന്നെ ഇവർക്കെതിരായി അവിടെ ചലച്ചിത്ര മേഖലയിൽ വനിതാ താരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും എവിടെ ആയിരുന്നു വിനായകൻ? നിങ്ങളുടെ നാക്ക്, നിങ്ങളുടെ വായിൽ എന്തായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരുമെന്നേ. അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ?
നിങ്ങളുടെ സെറ്റിൽ പോലും നിങ്ങൾ തന്നെ, ഈ വിനായകൻ തന്നെ ഒരു മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി സംസാരിക്കുന്നത് ആ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നില്ലേ? എന്നിട്ടാണോ പിന്നെ ജോൺ ബ്രിട്ടാസിനെ പോലെ ഒരു നേതാവിനെ, ഡൽഹിയിൽ അത്രയും ശക്തമായൊരു സമരം നയിച്ച ഒരു നേതാവിനെ പരിഹസിക്കുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിനായകനോടാണ് പറയുന്നത്, ഇപ്പോൾ ചെയ്യുന്ന പണി കുടുംബത്തിന് വേണ്ടി പണി എടുത്തിട്ട് പോയി പണി എടുക്കടാ എന്ന് വിനായകനോട് തന്നെ തിരിച്ചു പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ജോൺ ബ്രിട്ടാസിനെ പോലെ ഒരു നേതാവിനെ തള്ളിപ്പറയാൻ അവിടെ CJP എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്ന് ഒരാൾ പോലും തയ്യാറായില്ല. പകരം നന്ദി അറിയിക്കുക മാത്രമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ആൾ രാജിപ്രഖ്യാപനം നടത്തിയപ്പോൾ ഈ CJP പ്രവർത്തകർ നന്ദി പറഞ്ഞ സംഘടനകൾ ഇടത് സംഘടനകളായിരുന്നേ. ആ ഇടത് സംഘടനകൾ ഇവിടുത്തെ മീമുകൾ ഉണ്ടാക്കിയായിരുന്നല്ലോ. റഹീമിനെയും ജോൺ ബ്രിട്ടാസിനെയും കാണിച്ചുകൊണ്ട് ഉത്സവപ്പറമ്പിൽ ബലൂൺ കച്ചവടക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചില്ലേ? ആ അധിക്ഷേപിച്ചതിനെല്ലാം കൃത്യമായ മറുപടിയല്ലേ ആ CJP കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായ മറുപടിയല്ലേ പറഞ്ഞിരിക്കുന്നത് CJPക്കാർ? എന്താ അവരോടാണ് നന്ദി പറയുന്നത്. ആരും ആ സമരത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും ഇത് CPM അല്ലാതെ KC വേണുഗോപാലിനെ ഇപ്പോൾ പറഞ്ഞിട്ട് കാണുന്നില്ല. ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരിടത്ത് പോലും CPMൻ്റെ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല. ആ ക്രെഡിറ്റ് ഞങ്ങൾ നന്ദി അറിയിച്ചു. ആ നന്ദി അറിയിച്ചപ്പോൾ നന്ദി വേണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. അതാണ് CPMകാർ. എവിടെയൊരു നമുക്കറിയാം, ഇവിടെ കർഷക മോർച്ചയുടെ സമരം നടക്കുന്ന സമയത്ത് പോലും, കിസാൻ മോർച്ചയുടെ സമരം നടക്കുന്ന സമയത്ത് പോലും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപ്പന്തലിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരാണെന്നേ CPMകാർ, അല്ലെങ്കിൽ ഇടത് സംഘടനാ പ്രവർത്തകർ. SFI ഉണ്ടായിരുന്നു. SFI എന്ന് പറയുന്ന ഒരു സംഘടന, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന ഐഷ ഘോഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇന്ന് രാജ്യമൊട്ടുക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ്? പണ്ടെപ്പോഴോ നടത്തിയ ഒരു സമരത്തിൻ്റെ പേരിലാണ് ഐഷ ഘോഷിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AKG ഭവനിലേക്ക് വന്ന് കയറിയത്. ഡൽഹി പോലീസ് ഇരച്ചു കയറി. ആ ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലല്ല എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അവർ വന്ന് കയറിയിട്ട് പോലും അവർ എൻ്റെ പിള്ളേരെ തൊടുന്നോടാ. നമ്മൾ അത്രയും മാസ് സീനുകൾ കണ്ടിട്ടുള്ളത് ലൂസിഫർ സിനിമയിലാണ്. ആ ലൂസിഫർ സിനിമയെ അനുസ്മരിപ്പിക്കും വിധം അവിടെ നിന്നുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കയർത്ത് സംസാരിക്കുന്ന ഒരു നേതാവ് കണ്ടത് ജോൺ ബ്രിട്ടാസിലാണെന്നേ. അപ്പോൾ CPM എന്ന് പറയുന്ന ഒരു സംഘടന ദേശീയ തലത്തിൽ പോലും, അല്ലെങ്കിൽ ഒരു SFI എന്ന് പറയുന്ന ഒരു സംഘടന ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇടത് സംഘടനകൾക്ക് CJP പ്രവർത്തകർ നന്ദി അറിയിക്കുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPM എന്ന് പറയുന്ന ഒരു സംഘടനയെ നരേന്ദ്രമോദി പോലും ഭയപ്പെടുന്നതിന് കാരണം ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഭയമില്ല എന്ന് പറയരുത് സംഘികളെ. കാരണം ഭയക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് ഭയമുണ്ട്. കാരണം നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കോൺഗ്രസ്സുകാരെ ഈ നാട്ടിൽ നിന്നും ഈ രാജ്യത്ത് നിന്നും നിഷ്കാസിതരാക്കാൻ കഴിയും. പക്ഷേ അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടെങ്കിൽ പോലും അവനെ ഭയക്കേണ്ടി വരും എന്നുള്ള കാര്യം നരേന്ദ്രമോദിക്ക് പോലും അറിയാവുന്നതാണെന്നേ. അതുതന്നെയല്ലേ നമ്മൾ ഡൽഹിയിൽ കണ്ടത്? ഡൽഹിയിൽ അത്രയും BJPക്കാരുടെ പോലീസ് നിരങ്ങി ഇറങ്ങി വന്ന് പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചിട്ടും നടന്നോ? അത് നടക്കില്ല. രാജ്യം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ആ പറയുന്ന ചങ്കുറപ്പാണ്. ഇത് ഒരു ഇടതുപക്ഷക്കാരന് ആർജിച്ചു കൊണ്ടുവന്ന ചങ്കുറപ്പ്. ആ ചങ്കുറപ്പിനെ കയറി ചൊറിയാനൊന്നും വിനായകൻ്റെ ബുദ്ധി വളർന്നിട്ടില്ല. വിനായകൻ്റെ കൈക്കിരുത്തോ ചിന്താശേഷിയോ പോരാ അതിനെ തടയിടാൻ. വിനായകൻ അടക്കമുള്ളവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ, ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല നേട്ടങ്ങളുടെയും പിന്നിലും ഒരു വലിയ സഹന സമരത്തിൻ്റെയും അല്ലാതെ അക്രമ സമരത്തിൻ്റെയും ഒക്കെ ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊരു പക്ഷേ വിനായകൻ അറിയില്ലായിരിക്കാം. അറിയില്ല എന്ന് പറയുന്നില്ല, അറിയാവുന്നതാണ്. പക്ഷേ മറക്കുകയാണ് സൗകര്യപൂർവ്വം. വീട്ടിനകത്തിരുന്നു കൊണ്ട് വീട്ടിനകത്ത് ടിവിയുടെ മുന്നിലോ അല്ലെങ്കിൽ മൊബൈൽ പിടിച്ചുകൊണ്ടിരുന്നിട്ടോ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് എഴുതി വിട്ടിട്ട് കാര്യമില്ലെന്ന്. ഗ്രൗണ്ടിലിറങ്ങണം. അതിനുള്ള തണ്ടലുറപ്പ് ഉണ്ടോ വിനായകന്? അങ്ങനെ തണ്ടലുറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരായ സ്ത്രീകൾക്ക് വേണ്ടി പടപൊരുതാൻ ഇറങ്ങൂ. നിങ്ങളുടെ അൻസിബ ഹസൻ അടക്കമുള്ള നിരവധിയായ വനിതാ താരങ്ങൾക്കെതിരായി നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു ഇഞ്ച് വിരലനക്കാനെങ്കിലും വിനായകൻ എന്ന് പറയുന്ന ഈ നടന് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇത്രയും രാജ്യം മുഴുവനുള്ള ഇത്രയേറെ കുട്ടികളുടെ നീറുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ആ കുട്ടികൾക്കൊപ്പം നിന്ന ജോൺ ബ്രിട്ടാസിനെ പരിഹസിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. ഒരുപക്ഷെ ഇത് വിനായകൻ മനഃപൂർവ്വം ചെയ്തതല്ല, വിനായകൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ട് സംഭവിച്ചതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.